എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഫിനാൻഷ്യൽ ലിറ്ററസി സീരീസിൻ്റെ മറ്റൊരു അധ്യായമാണ്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഹോം ലോണിൽ ഒരു 5 ലക്ഷം രൂപ അധിക ടോപ്പപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ബാങ്കിൽ ചെല്ലുകയുണ്ടായി. അപ്പോൾ മാനേജർ എന്നോട് പറഞ്ഞു, JB ഇപ്പോൾ പഴയതുപോലൊന്നുമല്ല, വസ്തു ജാമ്യത്തിന്മേൽ വീടൊക്കെ പണയപ്പെടുത്തിയുള്ള ലോണുകളെ ബാങ്കുകൾ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. അതേപോലെ തന്നെ ജോലിയുള്ള ആളുകൾക്ക് പേഴ്സണൽ ലോണൊക്കെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പൈസയാണല്ലോ പ്രധാനമായിട്ട് വേണ്ടത്. അതിനുശേഷം വീട്ടിൽ വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കാം ബാങ്കുകൾ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ പോകുന്നത്? ഇങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയധികം ആളുകളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ബാങ്കിൽ ലോണ് തരുന്നില്ല എന്ന് പറയുന്നില്ല, അവർക്ക് മടിയാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്, ലോണ് കിട്ടാനായിട്ട് നമ്മൾ പണിപ്പെടേണ്ടി വരും. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ്? അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ. ഇപ്പോൾ അവരുടെ ഒരു വരുമാനം അവർക്ക് പ്രോപ്പറായിട്ട് തെളിയിക്കാൻ പറ്റുന്നില്ല, അക്കൗണ്ടിലല്ല പൈസ കിട്ടുന്നത്, ITR അവർ ഫയൽ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ വസ്തു ജാമ്യത്തിന്മേൽ മാത്രമുള്ള ലോണുകൾ ഇപ്പോൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്വന്തം വീടും സ്ഥലവുമൊക്കെ പണയപ്പെടുത്തി കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള ആളുകൾ, വിവാഹം നടത്തി കൊടുത്തിട്ടുള്ള ആളുകൾ, അവരുടെ ആവശ്യങ്ങളെ ചെയ്തു കൊടുത്തിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വലിയൊരു അടിയാണ് വരുന്നത്. ഇനി പ്രോപ്പറായിട്ട് റീപേയ്മെൻറ്റ് കേപ്പബിലിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക്, ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ലാത്ത ആളുകൾക്ക് ലോണ് ഈ വസ്തു ജാമ്യത്തിന്മേലൊക്കെ കൊടുക്കുന്നത് വളരെയധികം ബാങ്കുകൾ കുറയ്ക്കും. അതില്ലാണ്ട് തന്നെ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ബാങ്കുകൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്? ഈ ജപ്തിയുമായി ബന്ധപ്പെട്ട ധാരാളം വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ വലിയ അറ്റൻഷൻ അത്തരത്തിലുള്ള വാർത്തകൾ കിട്ടാറുണ്ട്. കടം വാങ്ങിച്ചിട്ട് തിരിച്ചടയ്ക്കാൻ പല കാരണങ്ങൾ കൊണ്ട് പറ്റാത്ത ആളുകൾ അവസാനം ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ്. ആ ഒരു സമയത്തൊക്കെ കടം കൊടുത്തിട്ടുള്ള ബാങ്കുകൾ ഒത്തിരിയധികം ആളുകൾക്ക് കടം കൊടുക്കും. അതിൽ 100-ൽ 5 അല്ലെങ്കിൽ 2 ആളുകൾ മാത്രമാണ് ഇത്തരത്തിൽ ഭീഷണി മുഴക്കുന്നതും ആത്മഹത്യാ ഭീഷണിയിലേക്ക് എത്തുന്നതും ഒക്കെ. അപ്പോൾ ബാങ്കുകൾ ഈ 2 കേസുകൾ കൊണ്ട് തന്നെ അത്രയധികം നെഗറ്റീവ് ഏറ്റുവാങ്ങും. ഈ ഉദ്യോഗസ്ഥർ, അധികാരികൾ അവർ കാര്യമായിട്ടുള്ള പ്രാക്ക് ഏറ്റുവാങ്ങും. ഇത് ഭരിക്കുന്ന പാർട്ടിക്ക് വലിയ ക്ഷീണമുള്ളൊരു സംഗതിയാണ്. ബാങ്കുകൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ആളുകളുടെ റീപേയ്മെൻറ്റ് കാര്യമായിട്ട് തന്നെ മുടങ്ങുന്നുണ്ട്. കോവിഡിന് മുൻപ് വരെയൊക്കെ മാനേജർമാർക്ക് നേരിട്ടറിയാവുന്ന നല്ല ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവർ കൈയഴിച്ച് ലോണുകളും ബാക്കിയുള്ള ഓടിയൊക്കെ കൊടുത്തിരുന്നു. എന്നാൽ അതിനുശേഷം പല ആളുകളുടെയും ബിസിനസ്സൊക്കെ തകിടം പറഞ്ഞു. പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് പല ആളുകളും തകർന്നുപോയി. ഒരു ക്രൈസിസ് വരുമ്പോൾ ആളുകൾ സാമ്പത്തികമായി തകർന്നു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകളില്ല, നീക്കിയിരിപ്പില്ല എന്നതുകൊണ്ടാണ്. ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, എന്നാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ, അതേപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയിൽ ലാഭം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ടാക്സ് അടയ്ക്കേണ്ടി വരുമോ എന്നുള്ള പല ടെൻഷൻസും ആളുകൾക്കുണ്ട്. അങ്ങനെയുള്ള ടെൻഷൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് 100% ക്യാപിറ്റൽ ഗ്യാരണ്ടിയോടെ ടാക്സ് ഇളവുകളുമായി നല്ലൊരു നിക്ഷേപ പദ്ധതി വന്നിട്ടുണ്ട്. കാനറ HSBC ലൈഫിന്റെ നിഫ്റ്റി ആൽഫ 50 ഇൻഡെക്സ് ഫണ്ട് NFOI ഇപ്പോൾ അവൈലബിൾ ആണ്. ഏപ്രിൽ 20 വരെ മാത്രമാണ് ഇത് NFOI അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഇനി 6 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. ഇതൊരു ലൈഫ് ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയേക്കാം. ഇപ്പോൾ ഈ NFOയിൽ നമുക്ക് വെറും 2000 രൂപയിൽ തുടങ്ങി എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാം. ഇവിടെ NAV വില 10 രൂപയാണ്. ഈ NFOയിൽ നമ്മൾ നിക്ഷേപിക്കുന്ന പണം കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നത് 300 ലാർജ് ക്യാപ്, സ്മോൾ ക്യാപ്, മിഡ് ക്യാപ് കമ്പനികളിലെ ഏറ്റവും മികച്ച 50 കമ്പനികളിലാണ്. അതുകൊണ്ട് തന്നെ നിക്ഷേപം സുരക്ഷിതമാക്കി വെച്ചുകൊണ്ട് തന്നെ നല്ലൊരു റിട്ടേൺ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല. ഈ ഇൻഡെക്സിന്റെ മുൻകാല പെർഫോമൻസ് നോക്കിയാൽ അത് യഥാക്രമം 5-10 വർഷങ്ങളിലായിട്ട് 31.7%, 21.2%. അതായത് 2015 ഈ ഇൻഡെക്സിൽ നിങ്ങൾ 10 ലക്ഷം രൂപ നിക്ഷേപിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് 68 ലക്ഷം രൂപയായിട്ട് മാറിയിട്ടുണ്ടായേനെ. അതേപോലെ വർഷത്തിൽ 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചെങ്കിൽ പോലും തിരിച്ചു കിട്ടുന്ന തുകയ്ക്ക് ടാക്സ് അടയ്ക്കേണ്ട എന്ന അധിക ബെനിഫിറ്റും ഉണ്ട്. അതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ 120 ഇരട്ടി ലൈഫ് ഇൻഷുറൻസും ഇതോടൊപ്പം നമുക്ക് ലഭിക്കുന്നതാണ്. NRI സുഹൃത്തുക്കൾക്കും ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാസം 18,000 രൂപയ്ക്ക് മാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കോടി വരെയൊക്കെ റിട്ടേൺ സാധ്യത പറയുന്നുണ്ട്. അതേപോലെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഏപ്രിൽ 20 വരെയാണ് ഈ NFO അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഇനി 6 ദിവസങ്ങൾ കൂടി മാത്രം. ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും കൂടുതൽ അറിയാനായിട്ടും ആഗ്രഹിക്കുന്ന ആളുകൾ ഡിസ്ക്രിപ്ഷനിലെയും കമന്റ് ബോക്സിലെയും ലിങ്ക് ഉപയോഗിക്കുക. വീഡിയോയിലേക്ക് തിരികെ വരുമ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നിലവിലത്തെ സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് വളരെയധികം താഴേക്ക് പോയി തകരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ടുള്ള ചില കാരണങ്ങളെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ആഴ്ച എന്താണ് പോവേർട്ടി, എന്താണ് ദാരിദ്ര്യം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കൃത്യമായി ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അബ്സല്യൂട്ട് പോവേർട്ടി എന്താണ്, റിലേറ്റീവ് പോവേർട്ടി എന്താണ്, ദാരിദ്ര്യത്തിന്റെ റൂട്ട് കോസുകളെ കുറിച്ചിട്ടാണ് അന്ന് സംസാരിച്ചത്. ഇന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നിലവിലത്തെ സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് താഴെ വീണ് തകരുന്നതിന്റെ ചില കാരണങ്ങളെ കുറിച്ചിട്ടാണ്. അതിലൊന്നാമത്തേത് വരുമാനത്തിനേക്കാളിലും കൂടുതൽ ചെലവ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. ഇവിടെ പല ആളുകളുടെയും സാഹചര്യം അതിനോട് സമാനമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, കുടുംബത്തിൽ ഒരു ബ്രെഡ് വിന്നർ മാത്രമേ ഉള്ളൂ. അയാളെ ഡിപ്പെൻഡ് ചെയ്ത് 4-5 ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വരുമാനത്തിനേക്കാളും കൂടുതൽ ചിലവുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു വ്യക്തിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് പലപ്പോഴും സ്വന്തം ചെലവുകൾക്ക് പണം തികയാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് 4-5 ആളുകളുടെ ലൈഫ് കൂടെ ഈ ഒരു ഇൻകം കൊണ്ട് മാനേജിനായിട്ട് ശ്രമിക്കുന്ന സമയത്ത്
അത് വലിയൊരു ടഫായിട്ടുള്ള സിറ്റുവേഷനാണ്. പല ആളുകളും ആ ഒരു സാഹചര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആകെ ഒരു ഓപ്ഷൻ ഇൻകം കൂട്ടാനായിട്ടുള്ള വഴികൾ ആലോചിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചെലവുകൾ കുറയ്ക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. പക്ഷേ ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം പോലുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് അധികം കോംപ്രമൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ വീട്ടിൽ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിട്ട് ചെലവുകൾ ചുരുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യപടി. അതൊരു ഇന്ത്യൻ സിനാരിയോ വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി നമുക്ക് സാധാരണക്കാരായിട്ടുള്ള രണ്ടാളുകൾ അടങ്ങുന്ന ഈ ഒരു ജനറേഷനിലുള്ള ആളുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കുറച്ചും കൂടെ ഭീകരമാണ് കാര്യങ്ങളുടെ അവസ്ഥ എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ആളുകൾക്കും നല്ല വലിയ അക്കം ശമ്പളമൊക്കെ ഉണ്ട്, എന്നാൽ അതിൽ കൂടുതൽ EMIകളുണ്ട്. ഇപ്പോൾ വാടകയൊക്കെ താമസിക്കുന്ന സമയത്ത് വെറുതെ ചില ആളുകൾക്ക് ഒരു തോന്നലാണ്, ഹൗസ് ഓണർ ഒന്ന് മുഖം കറപ്പിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ കൂടെയുള്ള അസോസിയേഷൻകാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു അസ്വാരസ്യം പ്രകടിപ്പിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് തന്നെ ചില ആളുകൾ അങ്ങ് ചിന്തിക്കുകയാണ് സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് വാങ്ങണം. നാട്ടിലെ വീടിൻ്റെ EMI ഓൾറെഡി അടച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പേരൻസൊക്കെ എവിടെയുണ്ട്, ഇവിടെ റെൻറ്റിനൊക്കെ നിന്നാൽ മതി, ജോലി ഇവിടെ തന്നെയാണോ ആജീവനാന്തം എന്നുള്ളത് അറിയില്ല, എന്നാലും സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് വാങ്ങണം. അപ്പോൾ അവരുടെ ആ ഒരു തീരുമാനത്തെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ചില ന്യായീകരണങ്ങൾ സ്വയമായിട്ട് മനസ്സിലവർ വയ്ക്കും. ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നല്ല റിട്ടേൺ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്, ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ നമ്മൾ ലോൺ എടുത്തിട്ടാണ് ഈ ഒരു ഫ്ലാറ്റ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ, ഇതിങ്ങനെ പാർട്ട് പേയ്മെൻ്റ് ഒന്നും നടത്താനായിട്ടുള്ള സാഹചര്യം നിങ്ങൾക്ക് അടുത്ത കാലത്തൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ? അതിൻ്റെ ഒരു 25 വർഷത്തെ ലോൺ അടവ് വെച്ച് നോക്കുന്ന സമയത്ത് ശരിക്കും ആ ഒരു 25 വർഷം നിങ്ങൾ പലിശയായിട്ട് കൊടുക്കുന്ന പൈസ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ ഇതിൻ്റെയൊക്കെ എത്രയോ മടങ്ങായിരിക്കും. പക്ഷേ അവിടെ നമ്മൾ ഇമോഷണൽ ആയിട്ട് ചില ഡിസിഷൻസ് എടുക്കുകയാണ്. അടുത്തത് എക്സസീവ് ക്രെഡിറ്റ് കാർഡ് യൂസേജ് ആണ്. മിഡിൽ ക്ലാസിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. റിച്ച് ആയിട്ടുള്ള ആളുകൾ എക്സസീവായിട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താലും അവരത് മാനേജ് ചെയ്തങ്ങ് പോയിക്കോളും. മിഡിൽ ക്ലാസ്സിന് ഇത് വലിയൊരു ട്രാപ്പാണ്. നമ്മളിൽ പല ആളുകൾക്കും ലോൺ എടുത്ത് പ്രോപ്പറായിട്ട് തിരിച്ചടച്ചിട്ടുള്ള റീപേയ്മെൻറ്റ് ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ക്രെഡിറ്റ് കാർഡ് ഓഫറുകൾ, ലോൺ ഓഫറുകൾ വരും. ഈ ഒരു ലോൺ ഓഫറുകൾ, ക്രെഡിറ്റ് കാർഡ് ഓഫറുകളെല്ലാം നമ്മൾ എടുത്തിട്ട് നമ്മളതൊരു വലിയ അച്ചീവ്മെൻ്റായിട്ട് കരുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇതുകൊണ്ട് നമ്മുടെ സേവിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും കൂടുന്നുണ്ടോ? ഇല്ല. നമ്മളുടെ സ്പെൻഡിങ് മാത്രമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഒരു വർഷം കഴിഞ്ഞ് മതി എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ വാങ്ങുകയാണ്. റിപ്പയർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ പുതിയതൊന്ന് വാങ്ങുകയാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമേ മിഡിൽ ക്ലാസ്സിന് പുതിയ പുതിയ ക്രെഡിറ്റ് കാർഡുകൾ കമ്പനി കൊടുക്കുന്ന സമയത്ത് നടക്കുന്നുള്ളൂ. ഈ സ്പെൻഡിങ് കൂടുന്ന സമയത്ത് നമ്മളുടെ ഇൻകത്തിൻ്റെ ഒരു വലിയ ശതമാനം അതിലേക്ക് അടയ്ക്കേണ്ടി വരും. ഒരു മാസം ഏറ്റവും കൂടുതൽ തുക ആളുകൾ പേ ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡിലേക്കാണ്. മിഡിൽ ക്ലാസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. എന്നിട്ട് അത് തിരിച്ചെടുക്കും. ശരിക്കും പറഞ്ഞാൽ ആഫ്റ്റർ ഓൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്കൊന്നും മെച്ചമില്ല. ക്രെഡിറ്റ് കാർഡുകൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമാണ്. 3-4 ക്രെഡിറ്റ് കാർഡൊക്കെ ഉള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ പലരും മിനിമം ഡ്യൂ എമൗണ്ടൊക്കെയാണ് അടച്ച് മുന്നോട്ടേക്ക് പോകുന്നത്. ഹെവി ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് ഓരോ മാസവും ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ ഈടാക്കുന്നത്. 1 ലക്ഷം രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ള ഒരു ക്രെഡിറ്റ് കാർഡിന് മിനിമം 3000 ഒക്കെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാറുണ്ട്. ഒരു ക്രെഡിറ്റ് കാർഡ് വല്ലതും ആണോ 1 ലക്ഷം ലിമിറ്റുള്ള ക്രെഡിറ്റ് കാർഡുള്ള ആൾക്കുള്ളത്? ഒരു 5-6 കാർഡൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു മാസം ഒരു 10 രൂപ 15 രൂപ ഇൻട്രസ്റ്റിലേക്ക് മാത്രം പോകും. എന്നാലും ആ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് അവിടെ കിടക്കുകയാണ്. കാരണം അതിലേക്ക് അടയ്ക്കുന്ന ആ ഒരു പണം കൊണ്ടായിരിക്കും ആ ഒരു മാസത്തെ ചിലവുകൾ പല ആളുകളും നടത്തുന്നത്. ഇതൊരു വലിയ ട്രാപ്പ് തന്നെയാണ്. അടുത്തത് അൺപ്ലാൻഡ് EMIs ആണ്. ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ സംഭാവനയാണ്. ഇപ്പോൾ നമുക്കൊരു EMI വേണോ, നമുക്കൊരു സാധനം വാങ്ങണോ എന്ന് നമ്മൾ തന്നെ 5 മിനിറ്റ് കൊണ്ട് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുകയാണ്. പൈസ ഓൾറെഡി അക്കൗണ്ടിൽ എവിടെയെങ്കിലുമൊക്കെ പ്രീ അപ്രൂവ്ഡ് ആയിട്ട് കിടപ്പുണ്ടാവുമല്ലോ. എന്തോ ഒരു ആപ്പുകളാണ് പ്രീ അപ്രൂവ്ഡ് ഓഫേഴ്സ് തരുന്നത്. നിങ്ങൾക്ക് സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് പ്രീ അപ്രൂവ്ഡ് ലിമിറ്റ്, അതേപോലെ തന്നെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വീട്ടു സാധനം ഓർഡർ ചെയ്യാൻ വേണ്ടി പ്രീ അപ്രൂവ്ഡ് ലിമിറ്റ്, ആമസോൺ, ഫ്ലിപ്കാർട്ട് എല്ലാത്തിനും പ്രീ അപ്രൂവ്ഡ് ലിമിറ്റ്. പൈസ എപ്പോഴും കിടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ EMIസിൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അൺപ്ലാൻഡ് EMIs നമ്മളുടെ ഇൻകത്തിനേക്കാളും കൂടുതലായിട്ടുള്ള ചിലവ് ഈ EMIകൾ കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു എമർജൻസി സിറ്റുവേഷൻ വരികയാണ്, ഒരു അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ EMIകളൊക്കെ താളം തെറ്റും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് EMI അടയ്ക്കാൻ വേണ്ടി മാത്രമേ പൈസ ഉണ്ടാവത്തുള്ളൂ. ഇവിടെ ഒരു 30% 40% റൂള് നിങ്ങൾ അപ്ലൈ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ വരുമാനത്തിൻ്റെ 30% കൂടരുത് നിങ്ങളുടെ മന്ത്ലി EMIs. 30-40% മുകളിൽ പോയി കഴിഞ്ഞാൽ റിസ്കിലേക്കാണ് പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി വെച്ചോളുക. നമ്മൾ വിചാരിക്കും 50%, 60% ഒന്നും വന്നാലും കുഴപ്പമൊന്നുമില്ല, ബാക്കി എത്ര പൈസ ഉണ്ടല്ലോ. നിങ്ങളിൽ 90% ആളുകൾക്കും അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് 80ലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ എപ്പോഴും നിങ്ങളുടെ ഇൻകത്തിൻ്റെ ഒരു 30% EMI മാത്രം പിടിക്കുക. നമ്മളെപ്പോഴും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും ചിലവാക്കാനായിട്ടുള്ള വരുമാനം നിനക്കില്ല. 30% മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നിന്റെ പരിപാടി റിസ്ക്കാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഒരു മടി വിചാരിക്കേണ്ട. അടുത്തത് എമർജൻസി ഫണ്ട് ഇല്ല എന്നുള്ളതാണ്. എമർജൻസി ഫണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? നമ്മൾ പെട്ടെന്ന് വീണ്ടും ഒരു ലോൺ അങ്ങ് എടുക്കും. അൺപ്ലാൻഡ് ആയിട്ട് വരുന്ന ഒരു EMI ആണ്, അൺപ്ലാൻഡ് ആയിട്ട് വരുന്ന ഒരു കടമാണ്.
അൺപ്ലാൻഡ് ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്കിതെങ്ങനെ തിരിച്ചടയ്ക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു കൃത്യമായിട്ടുള്ള ധാരണയില്ല. അത് എങ്ങനെ അടയ്ക്കണം എന്നുള്ളത് ആലോചിച്ച് തന്നെ അതിൻ്റെ കുറേ EMI അങ്ങ് മുന്നോട്ടേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത ചില കാര്യങ്ങൾ നടക്കത്തില്ല. പകരം നിങ്ങളൊരു എമർജൻസി ഫണ്ട് എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എമർജൻസി ഫണ്ടിൽ നിന്ന് ഈ ഒരു എമർജൻസി അങ്ങ് മാനേജ് ചെയ്ത് പോയിക്കോളും. വീണ്ടും ആ ഒരു ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരില്ല. അടുത്തത് ഇമ്പൾസ് ബൈയിങ് ആണ്. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് നമ്മൾ കടയിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു കാര്യം കാണുകയാണ്, അല്ലെങ്കിൽ ഓഫറുണ്ട്, ഓഫർ ഉണ്ടെങ്കിൽ ഇനി വരാൻ പറ്റത്തില്ല, ഇപ്പോൾ തന്നെ വാങ്ങിയേക്കാം. ഇതൊക്കെ ഇമ്പൾസ് ബൈയിങ് ആണ്. ഇപ്പോൾ ഒരു റിവ്യൂ കാണുകയാണ്, പുതിയൊരു ഫോൺ വന്നിട്ടുണ്ട്, ഗംഭീര ഫോണാണ്, ലോഞ്ച് ഓഫറുണ്ട്, അപ്പോൾ തന്നെ അത് വാങ്ങുന്നത് ഇമ്പൾസ് ബൈയിങ് ആണ്. ഐഫോണിൻ്റെ പുതിയ മോഡൽ വരികയാണ്, അപ്പോൾ തന്നെ പോയി ക്യൂ നിൽക്കുന്നത് ഇമ്പൾസ് ബൈയിങ് ആണ്. ഇതൊന്നും നീഡിൻ്റെ പുറത്ത് ആളുകൾ ചെയ്യുന്നതല്ല. ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന പല ആളുകളും അവരുടെ വരുമാനത്തിനേക്കാളും കൂടുതൽ ചെലവ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങളൊരു വലിയ പർച്ചേസ് നടത്തുന്നതിന് മുൻപ് മിനിമം 48 മണിക്കൂറെങ്കിലും ആലോചിക്കുക എന്നുള്ളതാണ് ഏറ്റവും മിനിമം ആയിട്ട് ചെയ്യേണ്ട കാര്യം. ഏത് സാധനം വാങ്ങിച്ചാലും കുറച്ച് ആലോചിച്ചിട്ട് വാങ്ങുക. നമ്മളിൽ പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഞാനത് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്, ഈ ഒരു സാധനം ഇപ്പോൾ വാങ്ങിയില്ലെങ്കിൽ പിന്നെ ഈ വിലയ്ക്ക് കിട്ടത്തില്ല. നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ആ സാധനം ആ വിലയെക്കാട്ടിലും താഴെ പിന്നീട് കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ആ വിലയായിരിക്കും പിന്നീട് അതിൻ്റെ ഏറ്റവും മാക്സിമം വില, നോർമൽ വില. അങ്ങനെ ഞാൻ വാങ്ങിയ കുറേയധികം സാധനങ്ങളുണ്ട്. നിങ്ങൾ കടയിൽ പോകുന്ന സമയത്ത് ഒരു സാധനത്തിന് റേറ്റ് കുറവായിട്ട് നിങ്ങൾ കണ്ടു, പക്ഷെ നിങ്ങളുടെ അതിനുള്ള ബഡ്ജറ്റ് ഇല്ല, അത് പിന്നെ വാങ്ങിച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതാണ് മെച്യൂരിറ്റി. അടുത്തതായി, നിങ്ങൾ ബഡ്ജറ്റ് ഇഗ്നോർ ചെയ്യരുത്. ബഡ്ജറ്റിംഗ് മസ്റ്റായിട്ട് വേണം. ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്, നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഇത്രയും മാറ്റി വയ്ക്കാനായിട്ട് നിങ്ങൾക്കുള്ളൂ എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക. അതിൽ നിൽക്കണം കാർ EMI, ആ ഒരു ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള മൈലേജുള്ള കാറും ബൈക്കും ഒക്കെ വേണം. ആ രീതിയിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. അതിൻ്റെ മെയിൻ്റനൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങളുടെ താമസത്തിന് വേണ്ടി ഇത്ര പൈസ മാത്രമേ നിങ്ങൾ സ്പെൻഡ് ചെയ്യാവുള്ളൂ എന്നുള്ളത് ചിന്തിക്കണം. നാട്ടിലൊരു വീട്, അവിടെ ഒരു ഫ്ലാറ്റ്, നല്ല രസമുള്ള പരിപാടിയാണ്. പക്ഷേ നിങ്ങളുടെ വരുമാനത്തിൽ അത്ര നിങ്ങൾക്ക് അക്കോമഡേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യാനുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാത്തിനും ഒരു ഡിവിഷൻ വെച്ച് ഒരു ലിമിറ്റ് വെക്കേണ്ടതുണ്ട്. അടുത്തൊരു പോയിൻ്റായിട്ട് തന്നെ ഞാൻ എടുത്ത് പറയുകയാണ്, കാറിലും വീടിലും ഒന്നും നിങ്ങളുടെ വരുമാനത്തിൻ്റെ മജോറിറ്റി സ്പെൻഡ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഒരു 30% നിങ്ങളുടെ വീടിൻ്റെ, നിങ്ങളുടെ ഡ്രീം ഹോമിൻ്റെ മേൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. നിങ്ങൾ ചെറിയ ഏജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡ്രീം ഹോമൊക്കെ പിന്നെ വെക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് സ്വയം വരുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങൾ ഒരു 30 വയസ്സിലൊക്കെ അല്ലെങ്കിൽ 25 വയസ്സിലൊക്കെ പണിയുന്ന ഒരു വീടെന്ന് പറയുന്നത് നിങ്ങളൊരു ആദ്യത്തെ ഒരു അറ്റംപ്റ്റായിട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. പിന്നെ വലിയ വീടൊക്കെ വെക്കാമെന്നേ. ഇപ്പം ബേസിക് നിങ്ങളുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സെറ്റപ്പിലേക്ക് വരിക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലോണ് ബാധ്യതയൊക്കെ വളരെയധികം കുറഞ്ഞു കിട്ടും. നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ 30-40% വീടും കാറും ഒക്കെ ഒതുക്കാനായിട്ട് ശ്രമിക്കുക. കാറ് വീടിനോടൊപ്പം തന്നെ സ്റ്റാറ്റസ് സിമ്പിളായിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്ന കാലത്ത് അതിനും ഞാൻ വീടിനോടൊപ്പം തന്നെ ഉള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. പലപ്പോഴും ഒരു വീട് പണിയുന്ന പൈസയൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു ആവറേജ് കാറിനൊക്കെ വരാറുണ്ട്. അടുത്തതായിട്ട് പേഴ്സണൽ ലോണുകളെ കുറിച്ചിട്ടാണ്. ഇഷ്ടംപോലെ പേഴ്സണൽ ലോൺ ഓഫറുകളാണ്. ഫോണിൽ ഏറ്റവും കൂടുതൽ സ്പാം കോൾ വരുന്നത് പേഴ്സണൽ ലോൺ ഓഫർ പറഞ്ഞിട്ടാണ്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസുകൾക്ക് വേണ്ടി പേഴ്സണൽ ലോൺ എടുക്കാതിരിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ട്രാവലുമായി ബന്ധപ്പെട്ട പേഴ്സണൽ ലോണൊക്കെ ഇങ്ങനെ കാണുകയുണ്ടായി. ശരിക്കും ട്രാവലൊക്കെ നിങ്ങൾ പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലോൺ എടുത്തിട്ടൊക്കെ നമ്മളുടെ ലെഷർ ആക്ടിവിറ്റീസിനൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ടെൻഷൻ പിടിച്ച പരിപാടിയായിരിക്കും. തിരിച്ചു വരുമ്പോഴത്തേന് ഇതിൻ്റെ അടവ് ഓർത്തിട്ട് നമ്മൾ പോയതിൻ്റെ എനർജി മൊത്തം വേസ്റ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസുകൾക്ക് വേണ്ടി പേഴ്സണൽ ലോണുകൾ എടുക്കാതിരിക്കാം. ലോണുകളെ കുറിച്ചിട്ട് പറഞ്ഞപ്പം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോണിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കണം. ഇതിൻ്റെ റീപേയ്മെൻറ്റ് സ്കെഡ്യൂളൊക്കെ അവരുടെ അടുത്തൊന്ന് ചോദിച്ച് വാങ്ങുക. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ലോസ് എത്രയുണ്ട്, വേറെ നല്ല ഓഫർ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഏത് ലോൺ എടുക്കുന്ന സമയത്തും അത് ഫ്ലാറ്റ് ആണോ ഡിമിനിഷിങ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. പലപ്പോഴും വാഹനങ്ങളൊക്കെ എടുക്കാൻ പോകുന്ന ആളുകൾ കാണിക്കുന്നൊരു മണ്ടത്തരാണ്. യൂസ്ഡ് കാറുകൾ അല്ലെങ്കിൽ ന്യൂ കാറുകൾ ആ ഷോറൂമിൻ്റെ ഭാഗമായിട്ടുള്ള ലോൺ ഏജൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ലോൺ എടുത്തിട്ടിങ്ങ് പോരും. നമ്മളുടെ ആവശ്യം ആഗ്രഹം ഒരു കാറാണല്ലോ, എങ്ങനെയെങ്കിലുമൊക്കെ എടുത്തിട്ടിങ്ങ് പോരും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ അവിടെ നിന്നൊരു കൊട്ടേഷൻ വാങ്ങി നിങ്ങളുടെ ബാങ്കിൽ വന്ന് ചോദിക്കുക. അതിൻ്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ, ഏറ്റവും നല്ല ഓഫർ കിട്ടുന്ന ബാങ്ക് നിങ്ങൾ കമ്പയർ ചെയ്ത് എടുക്കുക. പല ആളുകളെ കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ചോദിക്കാം. അങ്ങനെ പ്രൈവറ്റിലേക്ക് വരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതേപോലെ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചോദിക്കാം. ഇത് നേരത്തെ തന്നെ കൂടുതൽ അടച്ച് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ചാർജസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. പല പ്രൈവറ്റ് ഫിനാൻസേഴ്സും അവസാനം വരെയുള്ള ഇൻട്രസ്റ്റ് ഒക്കെ വാങ്ങിയെടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള ലോണുകൾ എടുക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പഠിക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് വായിച്ച് മനസ്സിലാക്കാതെ നിങ്ങൾ ലോണുകളിലേക്കൊക്കെ ചാടിക്കഴിഞ്ഞാൽ
ഉറപ്പായിട്ടും നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ലോൺ എടുക്കുന്ന വ്യക്തി പിന്നീടും പല ലോണുകളൊക്കെ എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ എപ്പോഴും ഈ ലോണുകൾ ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അവസാനമായിട്ട് പറയാനുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അതിനെക്കുറിച്ചിട്ട് അമാന്തിച്ച് നിൽക്കേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു 30% 40% റൂൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഇൻകത്തിന് 30-40% നിങ്ങൾക്ക് EMI ഒക്കെ ആയിട്ട് പോകുന്നുള്ളൂ. ബാക്കി തുക നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 20% നിങ്ങൾ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല നല്ല പ്ലാനുകളെ കുറിച്ചിട്ട് ചെക്ക് ചെയ്യുക. ഹെൽത്ത് ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക. അങ്ങനെയുള്ള അഡീഷണൽ എക്സ്പെൻസുകളൊക്കെ വരാനുള്ള സാധ്യതകളെ നിങ്ങൾ നേരത്തെ തന്നെ തടഞ്ഞു വയ്ക്കുക. നിങ്ങൾ ക്വാളിറ്റി പർച്ചേസുകൾ നടത്തുക. നിങ്ങളുടെ പോക്കറ്റ് എന്നും എം ടി ആക്കുന്ന തരത്തിലേക്കുള്ള ഇമ്പൾസ് ബൈയിങ്ങുകൾ നിങ്ങൾ ഒഴിവാക്കുക. അതേപോലെ നിങ്ങൾക്ക് വേണ്ട ഒരു സംഗതിയാണോ, നിങ്ങൾക്കിത് മാനേജ് ചെയ്യാൻ പറ്റുമോ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് എടുത്ത് ചാടുക. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം മറക്കേണ്ട. കാനറ HSBC ലൈഫിൻ്റെ നിഫ്റ്റി ആൽഫ 50 ഇൻഡെക്സ് ഫണ്ട് NFO തീയതി ഏപ്രിൽ 20 അവസാനിക്കും. അതായത് ഇനി 6 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. ഇവിടെ 2000 രൂപ മുതൽ എത്ര തുക വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാം. ഇത്തരം നിക്ഷേപങ്ങളിലൂടെയാണ് നമ്മൾ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടേണ്ടത്. കൂടുതൽ അറിയാനായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും ആഗ്രഹിക്കുന്ന ആളുകൾ ഡിസ്ക്രിപ്ഷനിലെയും കമൻറ്റ് ബോക്സിലെയും ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോൾ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. മലയാളത്തിൽ തന്നെ കാര്യങ്ങൾ കസ്റ്റമർ കെയർ ഏജന്റിൽ നിന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ കണ്ട ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.